ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൻസിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് വിശേഷം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ ഇനി അടുത്ത മൺഡേ ആണ് നമ്മുടെ പവിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടാം. ഏകദേശം നമ്മുടെ പവിത്രം, നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെയും നമ്മുടെ മോളുടെയൊക്കെ ജീവിതങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തരുണിൻ്റെ അമ്മ സീതാമ്മ നമ്മുടെ വേദയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് കാണിക്കുകയാണ്. അതായത് തൻ്റെ മകൻ അരുൺ IPS പദവി നേടിയെടുത്ത, ഇരുന്ന് പഠിച്ച് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് തൻ്റെ മകൻ നേടിയെടുത്ത IPS പദവി, അത് എങ്ങനെയാണ് സാധിച്ചെടുത്തതെന്നും അതിന് വേണ്ടുന്ന എല്ലാ ബുക്സും കാര്യങ്ങളും ഈ വീട്ടിൽ തന്നെ ഒരു മേളത്തെ റൂമിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പോൾ അതോടുകൂടി ആ ഒരു സജ്ജീകരണത്തോടു കൂടി തന്നെ മോള് പുതിയ ഒരു കാൽച്ചുവട് വെക്കണം എന്നുള്ളത് സീതാമ്മ പറയുന്നത്. അപ്പോൾ വേദയ്ക്ക് ഫസ്റ്റ് മനസ്സിലാവുന്നില്ല. അപ്പം വേദ ഒരു വക്കീലാണെന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണെന്നും ഒക്കെ നമ്മുടെ സീതാമ്മക്ക് അറിയാമല്ലോ. ഒരു ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളും കൂടെയാണ് വേദ. അപ്പം അതിനുള്ള കഴിവും സാമർഥ്യവും ബുദ്ധിയും ഒക്കെ വേദയ്ക്കുണ്ട് എന്നുള്ളത് സീതാമ്മക്ക് വളരെ ഉറപ്പായിരുന്നു. അങ്ങനെ സീതാമ്മ ആ റൂമിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആത്മധൈര്യം കൊടുക്കുകയാണ് നമ്മുടെ വേദയ്ക്ക്. അതായത് നിനക്കും നിൻ്റെ മകൾക്കും നിൻ്റെ വിക്രത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു രക്ഷാ കവചമാണ് ഈ മുറി എന്ന് പറയുന്നത്. ഇത് നീ എത്ര കഷ്ടപ്പെട്ടാലും ശരി മോളെ, നീ നിൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവ് തന്നെ ആക്കിയെടുക്കണം എന്നുള്ളത് നമ്മുടെ സീതാമ്മ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയ്ക്ക് പെട്ടെന്ന് മനസ്സിനൊരു ആത്മധൈര്യമൊക്കെ വരെയാണ്. കാരണം സീതാമ്മ പറഞ്ഞ വളരെ കറക്റ്റാണ്. തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തനിക്കൊരു പൊസിഷൻ വേണം. അതായത് ഒരു IAS എങ്കിലും താൻ എടുക്കണം എന്നുള്ള ഒരു ആത്മധൈര്യം നമ്മുടെ വേദയ്ക്ക് ഉള്ളിൽ വരണം കേട്ടോ. ആ ആത്മധൈര്യം, തൻ്റെ വിക്രം ചെയ്യാത്ത തെറ്റിന് ഇന്നും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ആ ഒരൊറ്റ കാര്യം മതി വേദയ്ക്ക് എല്ലാ കാര്യങ്ങളും മറന്ന് ഈ ഒരു കാര്യത്തിൽ തനിക്കൊരു IAS ആകണം എന്നുള്ള ആത്മധൈര്യവും പ്രതീക്ഷയും മുന്നോട്ട് പോകാനുള്ള ആ ഒരു മനസ്സിൻ്റെ ധൈര്യവും വേദയ്ക്ക് വരെയാണ്. അങ്ങനെ വേദ കുഞ്ഞിനെ നോക്കുന്ന ആ സമയത്ത് നോക്കും, ബാക്കി സമയങ്ങളിലൊക്കെ രാത്രികാലങ്ങളിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ തരുൺ വന്നപ്പോൾ വേദ ഈ റൂമിൽ നിൽക്കുകയാണ്. അപ്പോൾ തരുൺ ചോദിച്ചു, നീ എന്താ ഇവിടെ? അപ്പോൾ വേദ ഒന്നും മിണ്ടിയില്ല കേട്ടോ. വേദ ജസ്റ്റ് ബുക്സൊക്കെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും തരുണിൻ്റെ അമ്മ വരെയാണ്. തരുണിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ അവൾ ഈ റൂമിലിരുന്ന് പഠിക്കുകയാണ്, അവൾക്കൊരു IAS എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തരുണൊന്ന് ചിരിക്കുകയാണ്, ലാഘവത്തോടെ ചിരിക്കുകയാണ്. കാരണം വേദ എന്താണെന്നും ആരാണെന്നും അതൊന്നും തരുണിന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ സീതാമ്മ തരുണിനോട് വേദ ആരാണെന്ന്, അതായത് ഡിസ്ട്രിക്ട് ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണ് വേദയെന്നും വേദ ഒരു LLB കഴിഞ്ഞ ഒരു കുട്ടി കൂടെയാണ്, അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മോനെ. എന്നിട്ട് നമ്മുടെ സീതാമ്മ കാര്യങ്ങളൊക്കെ പറയുകയാണ്, വേദയുടെ ജീവിതത്തിൽ വന്ന ഓരോ അവസ്ഥകളും. അതായത് വലിയൊരു കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയാണ്, അച്ഛൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ സ്നേഹം, ഒരു രാജകുമാരിയെ പോലെ കഴിഞ്ഞിരുന്ന കുട്ടിയാണ്. അപ്പം സ്വന്തം മുറച്ചെറുക്കനെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് ഇരുന്നതിൻ്റെ തലേ ദിവസമാണ് വേദയ്ക്ക് അമ്പലത്തിൽ വെച്ചിട്ട് വിക്രമുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുകയും വിക്രമിൻ്റെ ഒരു സാഹസികത കാരണം വേദ വിക്രമെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന കഥയൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും വേദ ഒരു ഭർത്താവായി അംഗീകരിച്ചിട്ട് കൂടിയില്ല. ഒരു ഗുണ്ട എന്ന രീതിയിലാണ് വിക്രം അറിയപ്പെടുന്നത്. പക്ഷേ വേദ പറയുന്നുണ്ട്, തരുൺ എൻ്റെ വിക്രത്തിൻ്റെ അച്ഛൻ തരുൺ പറഞ്ഞിരുന്നല്ലോ, തരുണിനെ 7ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ചിരുന്ന, കഥകളും കവിതകളും ചൊല്ലി മാത്സ് പഠിപ്പിച്ചിരുന്ന കണക്ക് അധ്യാപകനെ, ഒരു സുധാകരൻ മാഷിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ സുധാകരൻ മാഷിൻ്റെ മകനാണ് വിക്രം എന്ന് പറഞ്ഞു. വിക്രമാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ആദ്യമായിട്ട് ആ വീട്ടിൽ ഞാൻ വലതുകാല് വെച്ച് കയറിയപ്പോൾ എൻ്റെ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കാരണം ഒരു വെറും ഗുണ്ടയായിട്ടുള്ള ഒരാളുടെ ഭാര്യയാകേണ്ടി തനിക്ക് വന്നല്ലോ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് വേദ ജീവിതത്തിലോട്ട് കടന്നത്. പക്ഷെ അപ്പോഴേക്കും വേദയുടെ ജീവിതത്തിൽ വിക്രം
വന്ന് കയറി. അതൊരു നിയോഗമായിരുന്നു വേദയ്ക്ക്, അങ്ങനെ ഒരു നിയോഗം. അങ്ങനെ വേദ വിക്രമിൻ്റെ ജീവിതത്തിലോട്ട് ആദ്യകാലങ്ങളിൽ വിക്രമിനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ വിക്രം ആരാണെന്നും എന്താണെന്നും ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അന്ന് മാഷിന് വേണ്ടിയിട്ട് ആ തെറ്റ് സ്വന്തം അച്ഛൻ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് മകൻ ആ കുറ്റം ഏറ്റെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് വിക്രം. അങ്ങനെ വേദ വിക്രത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ആ മനുഷ്യനിലുള്ള നന്മ എന്താണെന്ന് വേദ തിരിച്ചറിയുകയും പിന്നീട് തൻ്റെ ജീവിതത്തിൽ എല്ലാമായി മാറി. പക്ഷെ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും വേദയുടെയും വിക്രമിൻ്റെയും ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിലുള്ള ജീവിതം പോലും അവർ ആദ്യ കാലങ്ങളിലില്ലായിരുന്നു. അവസാന സമയത്താണ് വിക്രമിന് അങ്ങനെ ഒരു വിക്രമനും വേദയ്ക്കും അങ്ങനെ ഒരു ജീവിതം പോലും അവർക്ക് കിട്ടിയത്. അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടിട്ട് നമ്മുടെ തരുൺ ഞെട്ടി നിൽക്കുകയാണ്. കാരണം സുധാകരൻ മാഷിനെ അറിയാം, സുധാകരൻ മാഷിൻ്റെ മകൻ ആയ വിക്രം എന്ന് പറയുന്നത് തരുണും വിക്രമും 10ാം ക്ലാസ് വരെയും ഒരുമിച്ച് പഠിച്ച, ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച പ്രിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ വിക്രമിൻ്റെ ഭാര്യയായിരുന്നു വേദ എന്നുള്ളത് അപ്പോഴാണ് തരുൺ അറിയുന്നത്. അങ്ങനെ തരുൺ വേദയോട് പറഞ്ഞു, എടോ സോറി, താൻ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയില്ലായിരുന്നു, ഈ കഥകളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എൻ്റെ വിക്രമിൻ്റെ ഭാര്യയായിരുന്നു അല്ലേ താൻ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയാണ്. എന്നിട്ട് വിക്രം ഇപ്പോൾ എവിടെയാണെന്നും എന്താണെന്നും ചെയ്യാത്ത തെറ്റിന് വീണ്ടും തൻ്റെ സഹോദരനായ ശ്രീകാന്ത് കാരണം വീണ്ടും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കേസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല തരുൺ. വിക്രം ജയിലിലാണ് എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നീട് ഞാൻ ഇങ്ങനെ ഡൽഹിയിൽ വരികയും അങ്ങനെ പിന്നുള്ള കാര്യങ്ങളൊക്കെ തരുൺ അറിയാലോ. അപ്പോൾ ഇതാണ് വേദ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സീതാമ്മക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. കാരണം എൻ്റെ മകൻ അറിയാവുന്ന മാഷിൻ്റെ മകനും എന്നൊക്കെ കേട്ടപ്പോൾ സീതാമ്മക്ക് ഒരുപാട് ഇതായി. കാരണം എന്ന് വെച്ചാൽ വേദയെ ഇനിയിപ്പോൾ വിക്രം എന്തായാലും സഹായിക്കും നല്ല രീതിയിൽ. കാര്യം എന്ന് വെച്ചാൽ വേദയ്ക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. അപ്പോൾ അതിനിടയിൽ നമ്മുടെ തരുൺ പറയുന്നുണ്ട് വേദയുടെ അടുത്ത്, അതായത് തനിക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ താൻ എന്തായാലും ഇത് എഴുതിയെടുക്കണം, തനിക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അത് എഴുതണം. ആദ്യം പറഞ്ഞ സമയത്ത് നമ്മുടെ തരുൺ പറഞ്ഞത്, കാരണം വേദ ആരാണെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞത്, അമ്മ എന്തറിഞ്ഞിട്ട് അവളെ കൊണ്ടൊക്കെ അത് പറ്റുമോ, ഇതിനെ ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല, ഒരുപാട് കഷ്ടപ്പെടണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, അതിനനുസരിച്ച് ബുദ്ധിയും കഴിവും ഉള്ള ഒരു പെൺകുട്ടിക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ, ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് IPS പദവി കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നീട് വേദയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തരുണിന് വേദയ്ക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം തരുണിനും ഉണ്ടാവുകയാണ്. അപ്പം തരുൺ പറഞ്ഞു, താൻ ഒന്ന് ശ്രമിച്ചോ, തനിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദ തരുണിൻ്റെ വാക്കുകൾ, അതായത് ആദ്യം തരുൺ പറഞ്ഞിരുന്നല്ലോ വേദയെ കൊണ്ട് പറ്റൂല എന്നുള്ള, പക്ഷെ അതെല്ലാം തരുണിൻ്റെ ആ വാക്കും വിക്രമിൻ്റെ ഇപ്പോഴത്തെ ജീവിതവും ഇതെല്ലാം കണ്ട് വേദ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അത്രയും എഫേർട്ട് എടുത്ത് തൻ്റെ ഉറക്കം പോലും ഇല്ലാണ്ട് വേദ IASന് വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ ഇതേ സമയം നമ്മുടെ ശ്രീകാന്തും നമ്മുടെ സാബുവും കൂടെ പല തന്ത്രങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വിക്രമിന് ആൻഡ്രൂസിൻ്റെ സഹായത്തോടു കൂടി, നമ്മുടെ ജയിൽ സൂപ്രണ്ടാണ്, ആൻഡ്രൂസിൻ്റെ സഹായത്തോടു കൂടി പരോളിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരോളിൽ ചിലപ്പോൾ 2-3 മാസം വിക്രമിന് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവനെ എനിക്ക് വേണമെങ്കിൽ ദർശൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ പരോള് വേണമെങ്കിൽ എനിക്ക് അത് ഇല്ലാണ്ടാക്കാം, പക്ഷേ വേണ്ട, അവൻ പുറത്തിറങ്ങണം, അവൻ പുറത്തിറങ്ങിയാലേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ്റെ ജീവൻ എനിക്ക് കളയാൻ പറ്റുള്ളൂ. അപ്പം സാബ് പറയുന്നുണ്ട്, സാർ അതോർത്ത് വിഷമിക്കേണ്ട, അവനൊന്ന് പുറത്തിറങ്ങി ഒന്ന് കിട്ടട്ടെ, പിന്നെ എന്ത് ചെയ്യണമെന്ന് ഈ സാബുവിനറിയാം, കാരണം സാബുവിൻ്റെ മനസ്സിലെ പക ഒരിക്കലും കെടില്ല എന്നിങ്ങനെ സാബു പറയണം. അപ്പോൾ ശ്രീകാന്ത് ചിരിക്കുകയാണ്. അങ്ങനെ അവർ ഈ പരോള് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊന്നും തടസ്സങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ വിക്രത്തെ പുറത്തെടുക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ശങ്കരനാരായണ ഹൈക്കോടതിയിൽ അപ്പീലിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേസ് വാദിക്കുമ്പോൾ ദർശൻ അതിനെ ലാഘവത്തോടു കൂടി തന്നെ വളച്ചൊടിച്ച് ആ കേസ്, കാരണം എന്ന് വെച്ചാൽ എല്ലാ തെളിവുകളും വിക്രത്തിനെതിരായി തന്നെ കൊണ്ടുവരാൻ ദർശന് കഴിഞ്ഞു. അങ്ങനെ വിക്രത്തിന് ഒരിക്കലും ആ കേസിൽ നിന്ന് മോചനം നേടാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ ശങ്കരനാരായണൻ തോറ്റു കൊടുക്കുന്നില്ല. കാര്യം വിഷമമായിരുന്നു പുള്ളിക്ക്. കാരണം എന്ന് വെച്ചാൽ വിക്രത്തെ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ ശങ്കരനാരായണന് സാധിച്ചിട്ടുമില്ല. അങ്ങനെ ശങ്കരനാരായണൻ വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുധാകരൻ മാഷ് വിക്രത്തെ പോയി ജയിലിൽ കാണുന്നുണ്ട്. അതായത് കോടതിയിൽ പറ്റുന്ന പോലെയൊക്കെ വേദയുടെ അച്ഛൻ സാറ് ശ്രമിക്കുന്നുണ്ട്, ശങ്കരനാരായണ സാറ് മാക്സിമം നിനക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്ന അതിൻ്റെ ആവശ്യമില്ല വെച്ചാൽ, കാരണം അവർക്കൊക്കെ സ്വാധീനവും അതനുസരിച്ച് പണവും കഴിവുമുള്ള ആൾക്കാരാണ് ശ്രീകാന്തും ദർശനും ഒക്കെ. ദർശൻ എന്താണ് തെറ്റെന്ന് അറിയാണ്ട് ശ്രീകാന്തിൻ്റെ കൂടെ കൂടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് എന്നെ ഈ ജയിലിൽ തന്നെ ഇടാൻ അവർക്ക് സാധിക്കും വെച്ചാൽ, അതുകൊണ്ട് വെറുതെ പരിശ്രമിക്കേണ്ട എന്നൊക്കെ പറയാം. അപ്പം മാഷ് പറയും, നീ അങ്ങനെ പരാജയപ്പെട്ട് മനസ്സിനെ ആക്കല്ലേ മോനെ, നമ്മൾ തെറ്റ് ചെയ്യാത്തവരാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും, നീ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് മാഷും ഒരു ധൈര്യമൊക്കെ കൊടുക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തൊക്കെ നമ്മുടെ പിന്നെ വേദയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് തിരക്കി വന്ന സമയത്ത് വേദയെക്കുറിച്ച് അവസാനമായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ വേദ പ്രസവിച്ച കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് ഉടനെ തന്നെ ശ്രീകാന്ത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെയും തിരക്കി അത് ക്ലിയർ ആക്കിയപ്പോൾ വേദയുടെ കുഞ്ഞ് മരണപ്പെട്ടു ഹോസ്പിറ്റലിൽ. കാരണം അങ്ങനെയാണല്ലോ കേസ് വന്നേക്കണത്. മറ്റേ നമ്മുടെ രാധികയുടെയും തരുണിൻ്റെയും കുഞ്ഞായിട്ട് വേദയുടെ കുഞ്ഞ് മാറിക്കഴിഞ്ഞല്ലോ. വേദയുടെ കുഞ്ഞ് മരിച്ചു എന്നുള്ളത് നമ്മുടെ ശ്രീകാന്ത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് ഉദ്ദേശിച്ചതുപോലെ തന്നെ. കാര്യം വേദ ഒരു കുഞ്ഞിന് ജന്മം നൽകി, പക്ഷെ അത് മരണപ്പെട്ടു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ ശ്രീകാന്തിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ എങ്കിലും വേദയെ ശ്രദ്ധിക്കണം, അത് ശ്രീകാന്തിനറിയാം. കാരണം അവൾ പതിയിരുന്ന് ആക്രമിക്കുന്ന കൂർമ്മ ബുദ്ധിയുള്ളൊരു പെണ്ണാണ്. അവളുടെ ആ ഒരു മനസ്സ് എന്താണെന്ന് ശ്രീകാന്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രീകാന്തിന് വേദിയ ഒരു ഭയവും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആൻഡ്രൂസിൻ്റെ സഹായത്തോടു കൂടെ നമ്മുടെ വിക്രമിന് പരോള് കിട്ടിയാണ് കേട്ടോ. 2 മാസത്തേക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ പരോള് കിട്ടി വിക്രം പോകാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വേദയുടെ റിസൾട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വേദ IASന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് നമ്മുടെ വേദയ്ക്കായിരുന്നു. വേദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ഇതെല്ലാം സീതാമ്മ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം വന്നത്. താൻ കുഞ്ഞിനെ നോക്കി ചടഞ്ഞുകൂടി ഇരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്നും ആവില്ലായിരുന്നു. പക്ഷേ താൻ ഇന്ന് അറിയപ്പെടുന്ന ഒരു പൊസിഷനുള്ള ഒരു IAS കാരിയായി മാറിയിട്ടുണ്ട്. തനിക്ക് ഇപ്പോൾ തൻ്റെ കയ്യിലൊരു പദവിയുണ്ട്. തനിക്ക് ഇനി എന്തിനേയും നേരിടാൻ പറ്റും എന്നുള്ളത് വിശ്വാസവും വേദയ്ക്ക് വന്നു. അങ്ങനെ തരുൺ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ സീതാമ്മ പറയുന്നുണ്ട്, അതിൻ്റെ വേദയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. തരുണിന് ഭയങ്കര സന്തോഷമായി. കാരണം എടോ താൻ ഇത്രയൊക്കെ ഇതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, കൺഗ്രാറ്റുലേഷനൊക്കെ പറയുന്നുണ്ട് തരുൺ. അതിൻ്റെ ഇടയിൽ നമ്മുടെ മോള് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. എല്ലാ സ്നേഹവും കൊടുത്ത് തന്നെ തരുൺ അവരച്ഛൻ്റെ സ്നേഹം കൊടുത്ത് തന്നെയാണ് തരുൺ വളർത്തുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ വിക്രം ഒരു ദിവസം ജയിലിൽ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ പരോളിൽ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ദിവസം ജയിലിൽ കിടക്കുമ്പോൾ ഒരു കുഞ്ഞിനെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുമ്പോൾ, അതായത് ഒരു കുഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തലോടുന്ന പോലെയൊക്കെ. അപ്പോൾ എന്തായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞിനെ സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞ് പിന്നെ വിക്രം എഴുന്നേറ്റ് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. അപ്പോഴേക്കും വേദിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും. കുറച്ച് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വിക്രം പരോളിൽ ഇറങ്ങുകയാണ്. അങ്ങനെ വിക്രത്തിനെ കൊണ്ടുപോകാൻ ശങ്കരനാരായണൻ സാറും അതുപോലെ നമ്മുടെ മാഷും ഒക്കെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ആൻഡ്രൂസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മുടെ വിക്രത്തിനെ വിടുന്നത്. അതായത് നീ പുറത്തിറങ്ങിയാലും വിക്രം ഓരോ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. കാര്യം നിനക്ക് ചുറ്റിനും ശത്രുക്കളുടെ എണ്ണം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. നിനക്ക് ചുറ്റും ശത്രുക്കളാണ്. നീ അതൊക്കെ കണ്ടും കേട്ടും അവർ നിന്നെ പ്രലോഭിപ്പിക്കും. പക്ഷെ നീ ഒന്നിനും പോകരുത്. അപ്പോൾ വിക്രം പറഞ്ഞു, ഇല്ല സാർ വിഷമിക്കേണ്ട, എനിക്കറിയാം. എനിക്ക് കുറച്ച് നാളെങ്കിലും എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ പോയി. അമ്മയുടെ ഓർമ്മകളുമായിട്ട് എനിക്ക് കുറച്ച് നാളെങ്കിലും എൻ്റെ അച്ഛനോടൊപ്പം എനിക്ക് കഴിയണം എന്ന് പറയുന്നുണ്ട്. പിന്നെ സാറേ എനിക്ക് എൻ്റെ വേദിയെ കണ്ടെത്തണം. ഒരു പക്ഷേ ഞാൻ പരോളിൽ ഇറങ്ങി എന്നറിഞ്ഞാൽ അവൾ ചിലപ്പോൾ എൻ്റെ അരികിലോട്ട് ഓടി വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൾ എവിടെയാണെന്നെങ്കിലും എനിക്കൊന്ന് തിരക്കി അവളെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ആൻഡ്രൂസ് വിക്രമിനെ യാത്ര അയക്കുന്നുണ്ട്. അങ്ങനെ വെളിയിൽ ഇറങ്ങിയ വിക്രം തൻ്റെ അച്ഛനെയും ശങ്കരനാരായണ സാറിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടുടനെ കെട്ടിപ്പിടിച്ച് അവരുടെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വിക്രമിനോട് ശങ്കരനാരായണ സാറ് പറയുന്നുണ്ട്, മോനെ നീ തളരരുത്, നിനക്ക് ഏതിനും എല്ലാ സപ്പോർട്ടും ചെയ്യാനായിട്ട് ഞാനുണ്ടാകും. പിന്നെ നിൻ്റെ വേദ
എവിടെയാണ് മറിഞ്ഞിരിക്കണമെങ്കിലും അവളൊരു പുതിയ സ്ത്രീ ആയിട്ട് തന്നെ നിൻ്റെ മുന്നിലെത്തും. ആ ഒരു ആത്മധൈര്യം നിനക്ക് വേണം. അങ്ങനെ ശങ്കരനാരായണൻ കൊടുത്ത അപ്പീൽ ഹൈക്കോടതി അംഗീകരിക്കുകയാണ്. അതായത് വിക്രത്തിൻ്റെ കേസ് പുനരന്വേഷിക്കണം എന്നുള്ളത് ഹൈക്കോടതി തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുതിയൊരു അന്വേഷണ കമ്മിറ്റിയെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ അന്വേഷണ കമ്മിറ്റിയിൽ അതിൽ വരുന്ന ആൾ നമ്മുടെ തരുണാണ്. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ തരുൺ നമ്മുടെ വേദയുടെ റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ നമുക്കിനി എത്രയും പെട്ടെന്ന് എൻ്റെ പ്രിയ സുഹൃത്തായ വിക്രമിനെ എനിക്ക് രക്ഷിക്കണം, നമുക്ക് നാട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വേദയും അമ്മയും കുഞ്ഞിനെയും കൂട്ടി തരുൺ നാട്ടിലോട്ട് വരെയാണ്. നാട്ടിലെത്തിക്കഴിയുമ്പോഴേക്കോ അവിടെ എത്തിക്കഴിയുന്ന വേദ അവിടുത്തെ ഒരു സബ് കളക്ടറായിട്ട് തന്നെ ചാർജ് എടുക്കുകയാണ് നാട്ടിൽ. വേദയുടെ പദവി എന്താണ്, വേദ ആരാണ്, ഇതൊക്കെ ഇനി ശ്രീകാന്ത് അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും അല്ലേ. അങ്ങനെ നമ്മുടെ വേദ സബ് കളക്ടറായിട്ട് അവിടെ ചാർജ് എടുക്കുന്നു. അനീതികൾക്കെതിരെ എല്ലാം വേദ പോരാടുകയാണ്. വേദയ്ക്ക് വേണ്ടുന്ന എല്ലാ സെക്യൂരിറ്റി ഗാർഡും എല്ലാം കൊടുക്കുന്നുണ്ട്. കാരണം കഞ്ചാവും കൊള്ളയടിക്കലും അങ്ങനെ എല്ലാം നേരിട്ട് വേദ ചെന്ന് റെയ്ഡ് ചെയ്തൊക്കെ റെഡിയാക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വിക്രം പരോളിൽ ഇറങ്ങിയല്ലോ. അങ്ങനെ പരോളിൽ ഇറങ്ങിയ വിക്രത്തെ കാണാൻ വേണ്ടിയിട്ട് ശ്രീകാന്തും നമ്മുടെ ദർശനും കൂടെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുധാകര മാഷ ഒരു നിമിഷം ഒന്ന് ഭയക്കുന്നുണ്ട്. കാര്യം ഇവരെന്തിനാ വന്നത്, എൻ്റെ മോനെ വല്ലതും ചെയ്യാനാണോ എന്നുള്ളത്. അങ്ങനെ വിക്രം ധൈര്യത്തോടെ തന്നെ നിന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എടാ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. നീ എന്താ കരുതിയത്, നിൻ്റെ പരോള് ഞാൻ വിചാരിച്ചാൽ ഇല്ലാണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷെ നീ പുറത്തിറങ്ങണം. നീ പുറത്തിറങ്ങി വന്നാലേ എൻ്റെ കളികളെല്ലാം നടക്കുകയുള്ളൂ. എടാ നിന്നെ ഇനി ഏത് രീതിയിൽ തിരിച്ച് ജയിലിലോട്ട് വിടണം എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കും എന്ന് പറഞ്ഞു. എൻ്റെ ദർശൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ കൊലയാളി നീ സന്തോഷിച്ച് നീ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ടടാ, നിന്നെ എന്താ കാണിക്കാൻ പോകണമെന്ന് നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഒരുപാട് ഹരാസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വിക്രത്തെ. ഇതൊക്കെ കേട്ട് നമ്മുടെ മാഷിന് മാനസികമായിട്ട് കുറച്ച് വിഷമമൊക്കെ വന്നെങ്കിലും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കും മാഷും. അങ്ങനെ അവർ പോയി കഴിയുമ്പോഴത്തേക്ക് വിക്രമിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എടാ നിൻ്റെ വേദ അവൾ ജീവനോടെ ഈ നാട്ടിലെത്തുമെങ്കിൽ അവളെ എങ്ങനെ നേരിടണമെന്ന് ഈ ശ്രീകാന്തിനറിയാം എന്നും കൂടെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് വേദയുടെ കാര്യത്തിൽ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഈ ശ്രീകാന്ത് അടങ്ങിയിരിക്കില്ല, അവളൊരു പെൺകുട്ടിയാണ്, അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയപ്പാട് വിക്രമിന് വരുന്നുണ്ട്. അപ്പം അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ വിക്രം മാഷിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എൻ്റെ വേദയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, ഇവൻ എന്തെങ്കിലും ചെയ്യുമോ, അവളിപ്പോൾ എവിടെയാണ് അച്ഛാ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം മാഷി പറയുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവേണ്ട മോനെ, അവൾ എന്തായാലും നിന്നെ തേടി നിൻ്റെ അരികിൽ വരും, ഉറപ്പാണ് എനിക്ക്. എല്ലാം മേളിയിരിക്കുന്ന ഈശ്വരൻ കാണുന്നുണ്ട്, സത്യമേ ജയിക്കുള്ളൂ, ഞാനാ പറയണത്. അങ്ങനെ വിക്രമിനെ വാക്കുകൾ കൊണ്ടും മാഷ് സമാധാനിപ്പിക്കാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേദ ചാർജ് എടുത്ത് കഴിഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ തരുൺ നമ്മുടെ വിക്രമിൻ്റെ കേസ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. കാരണം ആ ഫയല് തരുണിനാണ് കിട്ടുന്നത്. ആ കേസ് തരുൺ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അന്വേഷണ കമ്മിറ്റി ആ കേസ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം നമ്മുടെ വിക്രം ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് വരെയാണ്, റോഡിൽ കൂടെ വരുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്തൊക്കെ വീണ്ടും നമ്മുടെ വിക്രത്തെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. ശ്രീകാന്തും ഗുണ്ടകളും ആണെന്ന് തോന്നുന്നു. അങ്ങനെ ശ്രീകാന്ത് വന്നിട്ട് നമ്മുടെ വിക്രത്തിനെടാ നീ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തെ തല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം വേദയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരുപാട് വേദ നീ എന്തെടാ, അവളുടെ പിന്നിൽ ഞാനുണ്ട്, അവൾ എവിടെയാണെങ്കിലും അവൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അന്ന് അവളുടെ അന്ത്യമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ ഇങ്ങനെ വേദയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വിക്രമിന് പെട്ടെന്ന് ദേഷ്യം വരെയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആഗ്രഹിച്ച് ഒരു നോക്ക് കാണാനെങ്കിലും അവളെ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണ് വിക്രം ഓരോ ദിവസവും ഓരോ മിനിറ്റും തള്ളി നീക്കണത്. ആ സമയത്ത് നമ്മുടെ വേദ കളക്ടറുടെ കാറിൽ വേദയുടെ സ്വന്തം ആ ഒരു കാറിൽ ആ പദവിയിൽ വേദ വരെയാണ്. വേദ വരുമ്പോൾ കൺമുന്നിൽ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവായ വിക്രമും തൻ്റെ സഹോദരനായ ശ്രീകാന്തും തമ്മിൽ റോഡിൽ അങ്ങോട്ടും ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ വേദ ഡ്രൈവറുടെ അടുത്ത് വണ്ടി നിർത്താൻ പറയും. അങ്ങനെ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര അടിയാണ്. അപ്പോൾ ഒരു കാറ് കളക്ടറുടെ വണ്ടി അവിടെ വന്ന് നിൽക്കണ കാണുമ്പോൾ ശ്രീകാന്തും വിക്രമും പെട്ടെന്ന് അടി നിർത്തുന്നുണ്ട്. അങ്ങനെ ആ കാറിൽ നിന്നും നമ്മുടെ വേദ
പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രീകാന്തും വിക്രമും നോക്കണി ഇത് ആരാ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഏതോ കളക്ടറുടെ വണ്ടിയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ അടി മാറ്റി നിർത്തിയിട്ട് നോക്കുമ്പോൾ നമ്മുടെ വേദ ഒരു കളക്ടറായിട്ട് പുതിയൊരു രൂപത്തിൽ, പുതിയൊരു ഭാവത്തിൽ, ഒരു ധൈര്യം സംഭരിച്ച് പുതിയൊരു സ്ത്രീയായി നമ്മുടെ വേദ ഇറങ്ങുകയാണ്. വേദയുടെ കണ്ണുകൾ നിറയാണ്. കാരണം തൻ്റെ വിക്രം പരോളിൽ ഇറങ്ങിയ കാര്യം വേദ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദ നമ്മുടെ തരുണും കൂടെ നമ്മുടെ വിക്രത്തെ കാണാൻ വേണ്ടി പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വേദ വിക്രത്തെ കാണുന്ന ഈ ഒരു അടിയിൽ. അങ്ങനെ വേദയെ കണ്ട വിക്രമും നമ്മുടെ ശ്രീകാന്തും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ഒരിക്കലും അപ്രതീക്ഷിതമായ ഒരു സംഭവമായിപ്പോയി. കാരണം നമ്മുടെ ഒരിക്കലും ശ്രീകാന്ത് വിചാരിക്കുന്നില്ല വേദ ഒരു കളക്ടറായി ഇങ്ങനെ ഇവിടെ ചാർജ് എടുക്കും എന്നുള്ളതൊന്നും അറിയണില്ല. വിക്രം പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെ തള്ളി മാറ്റിയിട്ട് വേദയുടെ അടുത്തിട്ട് ഓടിച്ചെല്ലാണ്. അങ്ങനെ വേദയെ കെട്ടി അങ്ങ് പിടിച്ച് കരയണം കേട്ടോ. അതുപോലെ അതിനുശേഷം വേദ ശ്രീകാന്തിൻ്റെ മുന്നിലോട്ട് ചെല്ലാണ്. എടോ, താൻ എന്താ കരുതിയത്? തൻ്റെ വെറും വേദയല്ല, ഇത് സബ് കളക്ടറായിട്ടുള്ള വേദ ശങ്കരനാരായണനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇനി തൻ്റെ കൈ എങ്ങാനും എൻ്റെ വിക്രത്തിൻ്റെ പുറത്ത് വീണു എന്നറിഞ്ഞാൽ പിന്നെ താൻ ജീവനോടെ ഉണ്ടാകില്ല. അത് ഈ സബ് കളക്ടറായ വേദ ശങ്കരനാരായണനാ പറയണേന്ന് പറയും. കണ്ണും തള്ളി അന്തളിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. കാരണം ശ്രീകാന്ത് മനസ്സിൽ പോലും പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. വേദയെ കണ്ടുമുട്ടുമായിരിക്കും എപ്പോഴെങ്കിലും, പക്ഷേ ഒരു കളക്ടറായിട്ട് ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ തരുൺ വരുന്നുണ്ട്. അവിടെ തരുൺ വന്നു കഴിഞ്ഞിട്ട് നേരെ വിക്രത്തിനെയും കണ്ടു, ശ്രീകാന്തിനെയും കണ്ടു. എന്നിട്ട് തരുൺ നേരെ വിക്രത്തിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കും, വിക്രത്തിന് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പം വിക്രം, ഇല്ല എനിക്ക് മനസ്സിലായില്ല. എടാ, നമ്മൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച, നിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച തരുണാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നീയാണോ? അപ്പോഴേക്കും നമ്മുടെ വിക്രമും തരുണും തമ്മിൽ കെട്ടിപ്പിടിച്ച് അങ്ങ് കരയാണ്. കാരണം വെച്ചാൽ ഇത്രയും നാളിന് ശേഷം തരുണിൻ്റെ ഒരു കൺസെപ്റ്റ് വിക്രം പഠിച്ചും ഒരു മാഷിൻ്റെ മകനല്ലേ, ഏതെങ്കിലും നല്ലൊരു പൊസിഷനിൽ എത്തിക്കാണും എന്നുള്ളതായിരുന്നു തരുണിൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വിക്രമിന് വരുമെന്ന് ഒരിക്കലും തരുൺ പോലും മനസ്സിൽ കരുതിയിട്ടില്ല. അങ്ങനെ അതിനുശേഷം നമ്മുടെ തരുൺ നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എടോ, താന് ഇനി കളി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കാരണം തൻ്റെ തലയിൽ ഇനി വരാൻ പോണത്, താൻ ഇത്രയും നാളും പിന്നെ എല്ലാ കേസുകളും, അതായത് ശങ്കരനാരായണൻ്റെയും ചന്ദ്രശേഖരൻ്റെയും അനിയൻകുട്ടൻ്റെയും പുളിക്കലിൻ്റെയും വരുണിൻ്റെ ഒക്കെ കേസ് നമ്മുടെ വിക്രത്തിൻ്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാനല്ലേ താൻ നോക്കിയത്. ഇനി താൻ കണ്ടോ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നു എന്നുള്ളത് എല്ലാ തെളിവുകളോടും കൂടെ തന്നെ ഞാൻ കൊണ്ടുവരുടോ, ഈ കോടതിക്ക് മുന്നേ ഞാൻ കൊണ്ടുവരും. താൻ എണ്ണി ഇരുന്നോളാൻ പറഞ്ഞു. തനിക്കുള്ള ദിവസങ്ങൾ ഇനി കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ശ്രീകാന്ത് ആകെ, വേദയെ കണ്ടതോടുകൂടെ തന്നെ ശ്രീകാന്തിൻ്റെ 3/4 ഭാഗം ജീവനും പോയി. അത് കഴിഞ്ഞ് തരുൺ പറഞ്ഞു, തൻ്റെ കേസ് അന്വേഷിക്കണതേ ഈ തരുണാന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം വേദ വീണ്ടും നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് അടുത്ത് ചെന്നിട്ട് പറയും, തനിക്ക് ഇനി ധൈര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ കളി കളിക്കാൻ പറ്റുമോ താൻ അതൊക്കെ കളിക്കണമെന്ന് പറഞ്ഞു. ഏത് കളിയും നേരിടാൻ തന്നെടോ ഞാൻ നിൽക്കണേന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ കൈ പിടിച്ചിട്ട് വേദ നേരെ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. കണ്ണ് തള്ളി ഇപ്പോൾ പൊട്ടുന്ന കണക്ക് നമ്മുടെ ശ്രീകാന്ത് നിൽക്കുകയാണ്. അങ്ങനെ വേദയെ ഒന്നും കൂടെ നമ്മുടെ വിക്രം കെട്ടിപ്പിടിക്കുന്നു. കാരണം കാണാണ്ടിരുന്ന് തൻ്റെ വേദ ഇത്രയും നല്ലൊരു രീതിയിൽ എത്തിപ്പറ്റും എന്നുള്ളതൊന്നും വിക്രം ഒരിക്കൽ പോലും കരുതിയില്ല. ഇനി ഒരിക്കലും വിക്രം ജയിലിൽ പോകില്ല, അത് ഈ വേദയെ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വേദയുടെ എൻട്രി അങ്ങനത്തെ ഒരു രീതിയിലാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ പ്രൊമോയും കൂടെയാണ്. പിന്നെ നമ്മുടെ പ്രൊമോ ഏഷ്യാനെറ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ വരണം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ. നമ്മുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡുകൾ 5 എപ്പിസോഡുകളാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ വരാനിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നമ്മുടെ പവിത്രം സീസൺ 2 എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഇൻട്രോ ഒന്ന് കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പവിത്രം സീസൺ 2 ഒരു അപ്കമിങ് വിശേഷമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ, ടാറ്റ.